KPCC പുനഃസംഘടനയിൽ നിന്ന് അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും തഴഞ്ഞതിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അതൃപ്തി. രണ്ട് യുവ നേതാക്കളെയും പരിഗണിക്കേണ്ടതായിരുന്നുവെന്നാണ് സഭയുടെ അഭിപ്രായം. ദേവലോകം അരമനയിൽ നടക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായി ചാണ്ടി ഉമ്മനെ സഭ ക്ഷണിച്ചിട്ടുണ്ട്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണം നടത്തിയിരുന്നു. തന്റെ പിതാവിന്റെ ജന്മദിനത്തിലാണ് ഇത്തരത്തിൽ തന്നെ ഈ സ്ഥാനത്തിൽ നിന്നും നീക്കിയത് എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു പരസ്യമായി തന്നെ. അപ്പോൾ എന്താണ് സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? സഭയുടെ ഒരു അതൃപ്തിക്ക് കാരണം എന്താണ് ജോസി? അജി, ഓർത്തഡോക്സ് സഭയ്ക്ക് കടുത്ത എതിർപ്പുണ്ട്. KPCC സംഘടനയിൽ ഓർത്തഡോക്സ് വിഭാഗക്കാരായ ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും ഒഴിവാക്കിയതിൽ അക്കാര്യം ഓർത്തഡോക്സ് സഭാ നേതൃത്വം പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്ത് യുവജന പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി ചാണ്ടി ഉമ്മനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഓർത്തഡോക്സ് സഭ ചാണ്ടി ഉമ്മന് വേദി നൽകുന്നു എന്നുള്ളത് ഏറെ പ്രശസ്തമാണ്. ഈ സമ്മേളനം ഇപ്പോൾ ദേവലോകം അരമനയിൽ പുരോഗമിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയുടെ യുവജന പ്രസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം തന്നെ കുന്നംകുളം ഭദ്രാസനാധിപനുമായ ഗീവർഗീസ് മാർ യൂലിയോസ് ആണ് ഈ ചടങ്ങിൽ ഉദ്ഘാടകനായി സംസാരിച്ചത്. അദ്ദേഹം ഈ വിഷയത്തിൽ സഭയ്ക്കുള്ള അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെയൊക്കെ തഴയാമെന്നൊരു ചിന്ത ഇപ്പോഴുണ്ട്. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന് കരുതേണ്ട. അബിനും ചാണ്ടിയും ഞങ്ങളുടെ യുവതയാണ്, അവരാരും മതം വെച്ച് കളിക്കാറില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ കൂട്ടുനിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രതിഷേധ രൂപത്തിലും വിമർശനമായും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓർത്തഡോക്സ് സഭയ്ക്ക് അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും KPCC പുനഃസംഘടനയിൽ ഒഴിവാക്കിയതിൽ കടുത്ത എതിർപ്പുണ്ട്. അത് വരും ദിവസങ്ങളിൽ വളരെ നീറിപ്പോവുകയും ചെയ്യും. അതേസമയം തന്നെ സഭയിലെ തന്നെ ഒരു വിഭാഗത്തിന് സഭ അനാവശ്യമായി രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് എതിർപ്പുണ്ട്. അത് സഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ തന്നെ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത്തരത്തിൽ ചില നേതാക്കളെ സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ ഭാഗമായി ബ്രാൻഡ് ചെയ്യപ്പെട്ടു അവർക്ക് പിന്നീട് ഒരു രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകുമെന്നുള്ള കാര്യം പല കോണുകളിൽ നിന്ന് വിമർശനമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞ് സഭയിൽ വളർന്നു വരുന്ന നേതാക്കളെ അവരെ ബ്രാൻഡ് ചെയ്യപ്പെടുവാൻ ഇടയാക്കരുത് എന്നുള്ള വിമർശനവും ഒരു കോണിൽ നിന്നും വരുന്നുണ്ട്. അജി.